ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സെയിൻറ്റ് സെബാസ്റ്റ്യൻസ് ഫൊറോന ചർച്ച് മാഹിം ഈസ്റ്റിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാഹിം ഈസ്റ്റ് ഒരു പുണ്യഭൂമിയാണ്. ഞാനിത് ഇങ്ങനെ വിശേഷിപ്പിക്കുവാൻ കാരണം ചുറ്റിലും ഷ്രൈനുകൾ ഉള്ളതുകൊണ്ടാണ്. മാഹിം വെസ്റ്റിൽ തന്നെ നമുക്ക് സെയിൻറ്റ് മൈക്കിൾസ് ചർച്ച്, നിത്യസഹായ മാതാവിൻ്റെ നൊവേന നടക്കുന്ന ദേവാലയം സ്ഥിതി ചെയ്യുന്നു. തൊട്ടടുത്തുള്ള സ്റ്റേഷനാണ് ബാൻഡ്ര. ബാൻഡ്രയിൽ വളരെ പ്രസിദ്ധി ആർജിച്ചിരിക്കുന്ന മൗണ്ട് മേരി ബസിലിക്കയാണുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളത് മാട്ടുങ്കായിലുള്ളത് സെയിൻറ്റ് ഡോൺ ബോസ്കോയുടെ ഷ്രൈനാണ്. ഒപ്പം തന്നെ സയണിലുള്ള അവർ ലേഡി ഓഫ് ഗുഡ് കൗൺസിൽ ചർച്ച് ഷ്രൈൻ സ്ഥിതി ചെയ്യുകയാണ്. അങ്ങനെ ചുറ്റിലും ഷ്രൈനുകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഈ സ്ഥലം ഏറ്റവും പുണ്യപ്പെട്ട ഒരു ഭൂമിയായിട്ട് വിശേഷിപ്പിക്കുകയാണ്. വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഇടവക സമൂഹമാണ് ഇവിടെയുള്ളത്. 30 വീടുകളും 3 യൂണിറ്റുകളിലായിട്ടാണ് ഈ 30 വീടുകൾ സ്ഥിതി ചെയ്യുക. സെയിൻറ്റ് ജോസഫ് യൂണിറ്റ്, സെയിൻറ്റ് മേരീസ് യൂണിറ്റ്, സെയിൻറ്റ് ആൻ്റണി യൂണിറ്റ് എന്നീ 3 യൂണിറ്റുകളാണ് ഈ ഇടവകയിലുള്ളത്. എല്ലാവരും തന്നെ വളരെ സജീവമായിട്ട് ഈ ദേവാലയത്തിൽ പ്രവർത്തിക്കുന്നു. ദേവാലയ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതമാണ് ഈ ഇടവകയിലുള്ള എല്ലാവരും നയിക്കുക. ഈ ഇടവകയിൽ സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം വളരെ സജീവമാണ്. ഒപ്പം തന്നെ ഈ ഇടവകയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ അടുത്തുള്ള എല്ലാവർക്കും വിശ്വാസം ശക്തിപ്പെടുത്തുവാനായിട്ട് ഈ ദേവാലയത്തിൽ മുൻപിലൂടെ നടക്കുന്ന ഓരോ വ്യക്തികളും ഈശോയെ ഓർക്കുകയും കുമ്പിട്ട് വണങ്ങുന്നതായിട്ടും കാണുവാനായിട്ട് സാധിക്കും. ഒപ്പം ഈ ഇടവകയിൽ ഹിന്ദി റിട്രീറ്റിന് എല്ലാ മാസവും 100ഓളം ഹിന്ദി അക്രൈസ്തവരായിട്ടുള്ള ജനങ്ങൾ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുകയും ഈശോയിലേക്ക് അടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. ഇതൊക്കെയാണ് ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുക. ഞാൻ ആൻഡ്രു, സെൻറ്റ് സെബാസ്റ്റ്യൻ ഫൊറോന ചർച്ചിൻ്റെ ഫസ്റ്റ് ട്രസ്റ്റി. ഞാൻ ഷാജി ചാക്കോരിയ, സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് സെക്കൻഡ് ട്രസ്റ്റി. നിങ്ങളെ എല്ലാവരെയും ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. പള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാഹിം ഈസ്റ്റ്, മാഹിം വെസ്റ്റ്, ധാരാവി, ദാദർ, മാട്ടുങ്ക എന്നീ സ്ഥലങ്ങളിൽ താമസിച്ചിരുന്ന ഏതാണ്ട് 100ഓളം വരുന്ന കത്തോലിക്ക വിശ്വാസികളുടെ കൂട്ടായ്മയുടെ ഐക്യത്തിൻ്റെയും ശ്രമഫലമായി ആദ്യത്തെ വികാരിയായിരുന്ന വക്കച്ചൻ തട്ടുംപറമ്പിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ സ്ഥലം വാങ്ങുകയും 1991 ഫെബ്രുവരി 9 അന്നുണ്ടായിരുന്ന വികാരി ജനറൽ തോമസ് തലച്ചറ അച്ഛൻ സെൻറ്റ് സെബാസ്റ്റ്യൻ വെൽഫെയർ സെൻ്റർ എന്ന പേരിൽ പള്ളിക്ക് തറക്കല്ലിട്ട് പണി തുടങ്ങുകയുണ്ടായി. 1992 മെയ് 17 അന്നത്തെ രൂപത അധ്യക്ഷനായിരുന്ന മാർ പോൾ ചിറ്റൽബിൽ പിതാവ് പള്ളി ആശീർവദിച്ചുകൊണ്ട് വിശ്വാസികൾക്കായി തുറന്നു കൊടുത്തിരുന്നു. പള്ളിക്കും വെൽഫെയർ സെൻ്ററിനും ഒരു വരുമാന മാർഗം എന്ന നിലയിൽ 1993 അധ്യയന വർഷത്തിൽ ഒരു നഴ്സറി സ്കൂൾ ആരംഭിക്കുകയുണ്ടായി. അതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം സണ്ണി പെരുമ്പുഴ അച്ഛൻ്റെ സമയത്ത് പള്ളി നവീകരിക്കുകയും 2001 ഡിസംബർ 23 അന്നത്തെ രൂപത അധ്യക്ഷനായിരുന്ന മാർ തോമസ് ഇലവനാൽ പിതാവ് പള്ളി ആശീർവദിക്കുകയും ഉണ്ടായിരുന്നു. 2005 ഓഗസ്റ്റ് 14 മാഹിം പള്ളിയെ ഇടവകയായി പ്രഖ്യാപിക്കുകയും 2015 ഏപ്രിൽ 26 ഈ പള്ളിയെ സൗത്ത് മുംബൈ ഫൊറൈൻ ചർച്ചായി ഉയർത്തുകയും ചെയ്തു. കൊളാബ് മുതൽ ബാന്ദ്ര വരെ 9 ഇടവകകളും ഒരു കുർബാന സെൻറ്ററും സൗത്ത് മുംബൈ ഫൊറൈനിൻ്റെ ഭാഗമാണ്. സൗത്ത് മുംബൈ ഫൊറൈനിലെ വിശ്വാസികൾക്ക് ഒത്തുകൂടാനും പ്രവർത്തനങ്ങൾക്ക് സ്ഥലപരിമിതി ഉള്ളതിനാലും 2017 കാലഘട്ടത്തിൽ സിബി കുളങ്ങര അച്ഛൻ വികാരിയായിരുന്ന സമയത്ത് പള്ളി പുതുക്കി പണിയുവാൻ തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ അന്നുണ്ടായിരുന്ന പള്ളി പൊളിച്ച് ഇപ്പോൾ കാണുന്ന ഈ പള്ളി ഫസ്റ്റ് ഫ്ലോറിലും താഴെ ഹോൾക്കം നഴ്സറി സ്കൂൾ, റെസിഡൻസ് ഫോർ പ്രീസ്, ഓഫീസ്, കമ്മ്യൂണിറ്റി കിച്ചൺ എന്നീ ഫെസിലിറ്റികൾക്ക് തുടക്കമുണ്ടായി. പണികൾ തുടർന്നു പോകുമ്പോൾ സിബി കുളങ്ങര അച്ഛൻ പഠന ആവശ്യങ്ങൾക്ക് സ്ഥലം മാറിപ്പോവുകയും ഡേവിസ്
ചാലിശ്ശേരി അച്ഛൻ വികാരിയായി ചാർജ് എടുക്കുകയും ചെയ്തു. പണികൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കെ COVID-19 മഹാമാരി വരികയും പണികൾ നിർത്തിവെക്കേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നു. ഡേവിസ് അച്ഛൻ്റെയും കമ്മിറ്റിക്കാരുടെയും ഇടവകക്കാരുടെയും കൂട്ടായ കഠിന പ്രയത്നഫലമായി 2022 ഏപ്രിൽ 23 പുതുക്കിപ്പണിത പള്ളിയുടെ കൂദാശകർമ്മം അന്നത്തെ രൂപതാധ്യക്ഷനായിരുന്ന മാർ തോമസ് ഇലവനാൽ പിതാവ് നടത്തുകയുണ്ടായി. ഈ പള്ളിയിൽ ഇപ്പോൾ 30-ൽ താഴെ കുടുംബങ്ങളും ഇടവകയിൽ മാതൃസംഘം, പിതൃവേദി, യൂത്ത് സംഘടന എന്നിവ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പിതൃവേദിയുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും ടാറ്റ ഹോസ്പിറ്റൽ രോഗികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് ജോൺ ജെ ചെറമൽ. ഈ ദേവാലയത്തിലെ കമ്മിറ്റി മെമ്പറാണ്. ഇതുവരെ ഇവിടെ സേവനം ചെയ്തിട്ടുള്ള വികാരിമാരുടെ ലിസ്റ്റാണ് ഇപ്പോൾ വായിക്കാൻ പോകുന്നത്. ആദ്യത്തെ 25 വർഷം ഇവിടെ 12 വികാരിമാരായിരുന്നു. അതിനുശേഷം പിന്നത്തെ 8 വർഷം 8 വികാരിമാരാണ്. മൊത്തം 20 വികാരിമാരാണ് ഇവിടെ സേവനം അനുഷ്ഠിച്ചത്. ഫസ്റ്റ് വികാരിയായിരുന്നു ഫാദർ വക്കച്ചൻ തട്ടുപറമ്പിൽ 1991 to 1992 വരെ. അത് കഴിഞ്ഞ് ഫാദർ ജോൺ കിഴക്കരക്കാട്ട് 92 to 94. ഫാദർ തോമസ് തൈക്കൂട്ടത്തിൽ 94 to 96. ഫാദർ തോമസ് ചൂണ്ടൽ 96 to 98. ഫാദർ ജേക്കബ് എടക്കളത്തോൾ 98 to 2000. ഫാദർ സണ്ണി പെരുമ്പുഴ 2000 to 2002. ഫാദർ ജസ്റ്റിൻ കല്ലേലി 2002 to 2004. ഫാദർ വിൻസെൻ്റ് കണിമംഗലത്തുകാരൻ 2004 to 2006. ഫാദർ ജോജോ കുറ്റിക്കാടൻ 2006 to 2008. ഫാദർ എബ്രഹാം കൊള്ളിത്തടത്തിൽ 2008 to 2011. ഫാദർ ജെയ്സൺ കാരക്കുന്നിൽ 2011 to 2014. ഫാദർ ബിബിൻ ചുവാട്ടുകുന്നിൽ 2014 to 2017. ഇതിനുശേഷം ഫാദർ ജോബി ഐറ്റമത്തത്തിൽ, ഫാദർ സിബി കുളങ്ങര, ഫാദർ ഡേവിസ് ചാലിശ്ശേരി, ഫാദർ അനു പൊയ്യാനിൽ, ഫാദർ ബിബിൻ ജീനോത്ത് വട്ടകുളം, ഫാദർ ജോമോൻ തെക്കുന്തല, ഫാദർ നിക്സൺ പള്ളൻ എന്നീ വൈദികരാണ് ഈ ഇടവകയിൽ സേവനം ചെയ്ത് കടന്നുപോയത്. ഈ ഫൊറോന ദേവാലയത്തിൻ്റെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ജനുവരി മാസത്തിൽ ഏറ്റവും ആർഭാടമായി നടത്തുവാൻ എല്ലാവരും വളരെയധികം ഉത്സാഹിക്കുന്നുണ്ട്. തിരുനാളിനൊരുക്കമായി നൊവേനയും അമ്പ് പ്രദക്ഷിണവും വാദ്യമേളങ്ങളോട് കൂടിയ പ്രദക്ഷിണവും നടത്തുന്നു. തിരുനാളിന് 2 ദിവസം മുൻപ് തന്നെ വീടുകളിലേക്ക് അമ്പ് കൊണ്ടുപോവുകയും ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തിരുനാളിൻ്റെ നൊവേന ദിവസങ്ങളിൽ വിവിധ ഇടവകളിലുള്ള വൈദികർ വന്ന് ബലി അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തിരുനാൾ ഏറ്റവും ഭക്തിപൂർവ്വം ആഘോഷിക്കുന്നതിന് ഈ ഇടവകക്കാർക്കും ഇവിടെയുള്ള എല്ലാ സഹോദരങ്ങൾക്കും വളരെയധികം ശ്രദ്ധയും താല്പര്യവുമുണ്ട്. ഈ തിരുനാൾ ആഘോഷത്തിലൂടെ ഭക്തജനങ്ങൾ ധാരാളം അനുഗ്രഹങ്ങൾ പ്രാപിച്ച് സന്തോഷഭരിതരാവുകയും ചെയ്യുന്നു. തിരുനാളിന് ശേഷമുള്ള ഞായറാഴ്ച ഇടവക ദിനമായി ഏറ്റവും ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു. അവിടെ കലാപരിപാടികളും എല്ലാവിധത്തിലുള്ള ആഘോഷങ്ങളും നടത്തുകയും സ്നേഹവിരുന്ന് നൽകുകയും ചെയ്യുന്നു. ഇടവക ദിനത്തിൽ കുട്ടികളും വലിയവരുമൊക്കെ ചെയ്ത എല്ലാ മത്സരങ്ങൾക്കും വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഓഗസ്റ്റ് 28-ാം തീയതി വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ 3 ദിവസത്തെ നൊവേനയോടുകൂടി ഏറ്റവും ആഘോഷമായി ഈ ഇടവകയിൽ നടത്തിവരുന്നു. സെപ്റ്റംബർ 8-ാം തീയതി പരിശുദ്ധ ദേവമാതാവിൻ്റെ ജനന തിരുനാൾ മാതൃസംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും ആഘോഷമായും ഭക്തിപൂർവമായും നടത്തിവരുന്നത് ഈ ഇടവകയിലുള്ള എല്ലാവർക്കും വളരെ സന്തോഷപ്രദമാണ്. ഈ ഫൊറോന ദേവാലയത്തിലുള്ള ഇടവക ജനങ്ങൾ പരസ്നേഹ പ്രവൃത്തികൾ ചെയ്യുന്നതിൽ എന്നും മുൻപന്തിയിലാണ്. മാതൃസംഘവും പിതൃസംഘവും പോകുന്നതിന് പുറമെ കാറ്റിസം കുട്ടികളെയും കൂട്ടി പല വൃദ്ധസദനങ്ങളിലും ആതുരാലയങ്ങളിലും പോയി അവരെ കാണുകയും നമുക്ക് കഴിവുള്ള സഹായങ്ങൾ ചെയ്ത് മക്കളെ കൂടുതൽ പരസ്നേഹ പ്രവർത്തികളിൽ താല്പര്യമുള്ളവരാക്കി വളർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഇടവകയിൽ നിന്ന് ദൈവവിളി സ്വീകരിച്ചിരിക്കുന്നത് ഫാദർ ജിജോ ജോസ് മഞ്ഞാക്കൽ MSFSും ബ്രദർ വർഗീസ് ചെറുമലുമാണ്. ഫാദർ ജിജോ ജോസിൻ്റെയും സാറാമ്മയുടെയും ഇളയ മകനാണ്.
ഫാദർ ഇപ്പോൾ റോമിൽ ബൈബിൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ബ്രദർ വർഗീസ് ചെറമ്മൽ ജോണിൻ്റെയും സോണിയുടെയും ഇളയ മകനാണ്. ഒരു സഹോദരനും ഒരു സഹോദരിയുമുണ്ട്. ബ്രദർ കല്യാൺ രൂപതയുടെ മൈനർ സെമിനാരിയിൽ റീജൻ്റായി സേവനം ചെയ്യുന്നു. സിസ്റ്റർ ഷൈനി കൊളുവാടയിൽ നിന്ന് ജെയിംസിൻ്റെയും ആനിയുടെയും മകളാണ്. സിസ്റ്റർ ഞങ്ങളുടെ സമൂഹത്തിൽ സൊസൈറ്റി ഓഫ് നിർമ്മലദാസി സമൂഹത്തിൽ ദൈവവിളി സ്വീകരിച്ച് സിസ്റ്ററായി ഇപ്പോൾ കേരളത്തിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ സമൂഹത്തിൻ്റെ പേര് സൊസൈറ്റി ഓഫ് നിർമ്മലദാസി സിസ്റ്റേഴ്സ് എന്നാണ്. പള്ളിയുടെ ആരംഭം മുതൽക്കേ തന്നെ ഇടവകയോട് ചേർന്ന് സൊസൈറ്റി ഓഫ് നിർമ്മലദാസി സിസ്റ്റേഴ്സ് ഇവിടെ സേവനം അനുഷ്ഠിച്ചു വരുന്നു. ഞങ്ങൾ സിസ്റ്റേഴ്സ് 3 പേരാണ് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് ധാരാവിയിലാണ്. സുപ്പീരിയർ സിസ്റ്റർ ലില്ലി കാനാട്ട്, സിസ്റ്റർ റൂബി താണിക്കൽ, എൻ്റെ പേര് സിസ്റ്റർ വീണ കാഞ്ഞിരത്തിങ്കൽ. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ സജീവ സാന്നിധ്യമുള്ള ഈ ഇടവകയിലേക്ക് നിങ്ങളെല്ലാവരും വരികയും വിശുദ്ധൻ്റെ അനുഗ്രഹങ്ങളും മാധ്യസ്ഥവും യാചിച്ചുകൊണ്ട് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകുവാനും ജീവിതം നവീകരിച്ചുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനും നിങ്ങൾക്ക് ഈ ദേവാലയം സഹായിക്കട്ടെ. ഫിലിപ്പിയർക്കുള്ള ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഭയം കൂടാതെ സുവിശേഷം പ്രസംഗിക്കുവാൻ അവർ എന്നും സന്നദ്ധരായിരുന്നു. പ്രിയ സഹോദരരെ, ഈ ദേവാലയത്തിൽ വിശുദ്ധ സെബാസ്ത്യാനോസിൻ്റെ മാതൃക സ്വായത്തമാക്കിക്കൊണ്ട് സുവിശേഷം പ്രസംഗിക്കുവാനും ഈശോയിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുവാനുമായിട്ട് ഉള്ള നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹവും കടമയും ഈ ദേവാലയത്തിൽ വരുന്ന ഓരോ വ്യക്തികൾക്കും സംജാതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.